നമസ്കാരം, ഇത് ഫിൽമി ബീറ്റ് മലയാളം. മലയാള സിനിമയിലേക്ക് സഹസംവിധായകന്റെ കുപ്പായമിട്ട് കടന്നു വന്നയാളാണ് ദിലീപ്. ഗുരുവായ കമലിന്റെ ചിത്രങ്ങളിൽ ചെറിയ വേഷത്തിൽ തുടങ്ങി നായകനിരയിലേക്ക് ഉയർന്നയാൾ ഇന്ന് ജനപ്രിയ നായകൻ എന്ന പട്ടവും ജനങ്ങൾ ദിലീപിന് ചാർത്തി നൽകിയിട്ടുണ്ട്. കുടുംബവും കുടുംബ പ്രാരാബ്ദങ്ങളും മാത്രം നിറഞ്ഞ സിനിമകളിൽ നിന്നും പൗരുഷമുള്ള കഥാപാത്രങ്ങളിലേക്ക് വളർന്ന നടൻ കൂടിയാണ് ദിലീപ്. താരപ്രഭയുടെ ഔന്നത്യത്തിൽ നിൽക്കുമ്പോഴും അത്ര സുഖകരമല്ല ദിലീപിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. കുടുംബ പ്രേക്ഷകരുടെയും കുട്ടികളുടെയും ഇഷ്ടതാരമായ ദിലീപിന്റെ ചിത്രങ്ങൾക്ക് തിയേറ്ററിൽ നഷ്ടമില്ലാതെ തുടരാനാകുന്നുണ്ടെങ്കിലും അഭിപ്രായം കുറഞ്ഞു. പല ചിത്രങ്ങളും പ്രേക്ഷകരെ നിരാശപ്പെടുത്തിയെന്ന് വേണം പറയാൻ. ഇപ്പോൾ കണ്ടകശനിയാണ് ദിലീപിന്. വിവാദങ്ങളിലെല്ലാം ദിലീപുണ്ട്. കാവ്യയും മഞ്ജുവും ദിലീപിന്റെ ജീവിതത്തിന്റെ നല്ല പാതിയായവരാണ്. ഇവരിൽ ദിലീപിന്റെ ശുക്രൻ ആരായിരുന്നുവെന്ന ചോദ്യമാണ് ഇപ്പോൾ പ്രേക്ഷകരിൽ നിന്നും ഉയരുന്നത്. ദിലീപ് മഞ്ജു വാര്യർ, ദിലീപ് കാവ്യമാധവൻ ജോഡികൾ സിനിമയിലെ ഹിറ്റ് ജോഡികളായിരുന്നു. ആദ്യം മഞ്ജു വാര്യരും പിന്നീട് കാവ്യമാധവനും ജീവിതത്തിലും ദിലീപിന്റെ ജോഡികളായി. ഇരുവർക്കും ഒപ്പമെത്തിയ ദിലീപ് ചിത്രങ്ങൾ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ഇതിൽ ദിലീപ് കാവ്യ ജോഡികളാണ് ഏറ്റവും അധികം സിനിമകളിൽ ഒന്നിച്ചഭിനയിച്ചിട്ടുള്ളത്. നടനെന്ന നിലയിൽ നിന്നും താരമായുള്ള ദിലീപിന്റെ വളർച്ച 1998 ശേഷമായിരുന്നു. പഞ്ചാബി ഹൗസ് മുതൽ പിന്നീട് ഇങ്ങോട്ടുള്ള സിനിമകളിൽ ദിലീപിന് കാതലായ മാറ്റം സംഭവിച്ചു. ഇതിനു പിന്നിൽ മഞ്ജുവിന്റെ സാന്നിധ്യമുണ്ടെന്ന് വിശ്വസിക്കാനായിരുന്നു പ്രേക്ഷകർക്കിഷ്ടം. ഒരു പ്രണയനായിക ഇമേജിനപ്പുറം ശക്തമായ മികച്ച കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴായിരുന്നു മഞ്ജുവിന്റെ വിവാഹം. പിന്നീട് സിനിമയിൽ നിന്നും വിട്ട മഞ്ജു ദിലീപിന്റെ വളർച്ചയിൽ കൂട്ടായി. മികച്ച കഥാപാത്രങ്ങളും ഹിറ്റുകളും അതിനുശേഷമായിരുന്നു ദിലീപിനെ തേടിയെത്തിയത്. പിന്നീട് സിനിമയ്ക്കകത്തും പുറത്തും വളർച്ചയുടെ നാളുകളായിരുന്നു ദിലീപിന്. സിനിമയിൽ മഞ്ജു വാര്യരേക്കാൾ കൂടുതൽ ദിലീപിന്റെ നായികയായി എത്തിയത് കാവ്യമാധവനായിരുന്നു. ആ ചിത്രങ്ങളിൽ ഏറിയ പങ്കും ഹിറ്റ് ചാർട്ടിലും ഇടം നേടിയിട്ടുണ്ട്. മലയാള സിനിമാ ലോകം ഇരുവരെയും ഭാഗ്യജോഡികൾ എന്നായിരുന്നു വിശേഷിപ്പിച്ചത്. പക്ഷേ സിനിമയിൽ വിജയമായി മാറിയ ജോഡികൾ ജീവിതത്തിൽ എപ്പോഴും വിവാദങ്ങൾക്ക് നടുവിലായിരുന്നു. ഇതിന്റെ പേരിൽ മഞ്ജുവുമായി ദിലീപ് കലഹത്തിലാണെന്നും ഗോസിപ്പുകൾ ഇറങ്ങി. അവിടെയും കാരണക്കാരിയായി കാവ്യയെ ഉയർത്തിക്കാട്ടാനായിരുന്നു എല്ലാവർക്കും ഇഷ്ടം. എന്നാൽ എല്ലാവരെയും അമ്പരിപ്പിച്ചുകൊണ്ട് വെറും ഗോസിപ്പുകൾ മാത്രമെന്ന് എഴുതിത്തള്ളിയ ദിലീപ് കാവ്യ ബന്ധം ഒടുവിൽ വിവാഹത്തിൽ കലാശിച്ചു. ഇതോടെ ഇരുവരും അതുവരെ നടത്തിയ ന്യായവാദങ്ങൾ ജനങ്ങളും തള്ളി. ദിലീപിന് ആരാധകർക്കിടയിലുള്ള ഇമേജിനും മങ്ങലേറ്റു തുടങ്ങി. ഇതിനിടെ സിനിമാ ലോകത്തേക്ക് തിരിച്ചെത്തിയ മഞ്ജുവിന് ജനപിന്തുണയുമേറി. ദിലീപ് ചിത്രങ്ങൾക്ക് ഒരു കാലത്തുണ്ടായിരുന്ന സ്വീകാര്യത പുതിയ ചിത്രങ്ങൾക്ക് ലഭിക്കുന്നില്ല. മഞ്ജുവിന്റെ അസാന്നിധ്യം ദിലീപിന്റെ കരിയറിൽ പ്രതിഫലിച്ചു തുടങ്ങിയെന്നാണ് ചിലർ പറയുന്നത്. ദിലീപ് കാവ്യ വിവാഹത്തോടെ വിവാദങ്ങൾ തുടർക്കഥയാകുന്ന കാഴ്ചയാണ് കാണുന്നത്. വിവാഹത്തോടെ ഇടിഞ്ഞുപോയ ഇമേജ് തിയേറ്റർ സമരത്തിലെ ഇടപെടലിലൂടെ തിരിച്ചുപിടിച്ചു എന്ന് കരുതിയപ്പോഴാണ് നടി ആക്രമിക്കപ്പെട്ട സംഭവവുമായി ബന്ധപ്പെട്ട് പേര് വലിച്ചിഴക്കപ്പെടുന്നത്. അതിനിടയിൽ ദിലീപിന്റെ തിയേറ്ററിൽ അനധികൃതമായി പണം ഈടാക്കുന്നു എന്നതായിരുന്നു മറ്റൊരു ആരോപണം. അങ്ങനെ മൊത്തത്തിൽ കണ്ടകശനിയാണ് ഇപ്പോൾ ദിലീപിന്. കാവ്യ ദിലീപിന്റെ ഭാഗ്യമായത് വെള്ളിത്തിരയിൽ മാത്രമല്ല ജീവിതത്തിലുമാണെന്ന് ഇനി സാക്ഷ്യപ്പെടുത്തേണ്ടത് കാലമാണ്. ഈ റിപ്പോർട്ടിനോട് നിങ്ങൾക്കും പ്രതികരിക്കാവുന്നതാണ് കമന്റിലൂടെ. ഈ വാർത്ത ഇഷ്ടമായെങ്കിൽ ഷെയർ ഇറ്റ്, ലൈക്ക് ഇറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ടു ഫിൽമി ബീറ്റ് മലയാളം.